അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നമ്മളെല്ലാവരും ഗൾഫിൽ നിന്ന് നമ്മളെ കുടുംബത്തിന് ചിലവിന് പോലും പൈസ ഇങ്ങോട്ട് കൈമാറാറുണ്ട്. അത് സാധാരണഗതിയിൽ ചില ആളുകൾ ഉണ്ടി വഴിയൊക്കെ പൈസ അയക്കുന്നുണ്ട്. അതിൻ്റെ സീരിയസ് സെൻസ് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് നമ്മുടെ ഈ പാറയമലുള്ള ഒരു 30 വയസ്സുകാരൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ കുടുങ്ങിയിരിക്കുന്നു. അയാൾക്കിനി നാട്ടിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അറസ്റ്റിന് വരെ സാധ്യത. ബാങ്ക് മാനേജർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്ന കേസാണ്. ഓൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലേക്ക് ചിലവിന് 25,000 ഉറുപ്യ അയച്ചതാണ്. ആ പൈസ ഓൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ്. ഓൻ്റെ നാട്ടിലെ സാധാ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ആ പൈസ ക്രെഡിറ്റ് ആയത്. അപ്പോൾ ബാംഗ്ലൂരിലെ അവരെ പിടിച്ചപ്പം അവർ പൈസ അയച്ച എല്ലാ അക്കൗണ്ടുകളും കേന്ദ്ര ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്തു. അവർക്കെതിരെ കേസ് കൊടുത്തു. കാരണം അത് പൈസ ഇല്ലീഗൽ പൈസയായിരുന്നു. അതുകൊണ്ട് ചെറിയ 1-2 ദിർഹംസ് ലാഭത്തിന് വേണ്ടി ഒരാളും ഒരു ഇങ്ങനത്തെ വഴികളിലൊന്നും പൈസ അയക്കരുത്. നേർക്ക് നേരെ NRI അക്കൗണ്ട് തുടങ്ങുക. കിട്ടുന്ന ചെറിയ ശമ്പളങ്ങൾ എന്ത് തന്നെയായാലും നേരെ അക്കൗണ്ടിലേക്ക് അയക്കുക. ഭാര്യക്കോ ATM കാർഡ് വഴിയോ കുടുംബത്തിന് ATM കാർഡ് വഴി പൈസ എടുക്കുന്ന ലീഗലായിട്ടുള്ള നേരെയുള്ള വഴികളല്ലാതെ ഇങ്ങനത്തെ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴി ആരും തിരഞ്ഞെടുക്കരുത്. നാട്ടിൽ വന്നിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള, നിങ്ങൾക്കറിയാലോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് ഏത് പൊളിറ്റീഷ്യൻ്റെ പിന്നാലെയും പിന്നാലെയും പോയിട്ട് ഒരു കാര്യം ഉണ്ടാകില്ല. അത് കേസിൻ്റെ വഴിക്ക് നടന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തീങ്ങുമായിരിക്കും നമ്മൾ അക്കൗണ്ട് പിന്നെ ഓപ്പൺ ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക, കേസ് നമ്മൾ വിജയിച്ചാൽ. അപ്പോൾ ഇതൊക്കെ വലിയ പാടാണ്. ഇതൊക്കെ നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകളിൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ. അതുകൊണ്ട് ദയവായിട്ട് ആരും പിന്നെ ഒരാളും ഇങ്ങനത്തെ പരിപാടികളിലൂടെ പൈസ അയക്കരുത്, ഒരു കാരണവശാലും അയക്കരുത്. എല്ലാവരോടും പറഞ്ഞ് ഈ ഇൻഫർമേഷൻസ് എല്ലാവർക്കും പാസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പ്ലീസ്.